ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളിച്ച് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒത്തിരി പറയുമ്പോൾ കുറേ ലെങ്തായി പോവും. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പരസ്യം കയറി വരും. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഒരു 18 മിനിറ്റിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൽ പറയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് പരമ ബോറാക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയ നിമിഷങ്ങൾ കാണാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് എനിക്കും അറിയാം. അതുപോലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് ഇവരുടെ പ്രണയ നിമിഷങ്ങൾ തന്നെയാണ്. രേവതിയും സച്ചിയും ഒന്നാകുന്ന നിമിഷങ്ങൾ തന്നെയാണ്. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ പ്രധാനമായിട്ടും ഒന്നാണ് റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് സച്ചിനെ, രേവതിനെയും ശ്രുതിനെ ക്ഷണിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സത്യത്തിൽ ശ്രുതിയുടെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം പുറത്തു വരികയാണ്. വേറൊന്നുമല്ല, നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് ശ്രുതിയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ശ്രുതി. അതായത് രേവതി വിവാഹം കഴിക്കാനിരുന്ന, അതായത് ശ്രുതി വിവാഹം കഴിക്കാനിരുന്ന പെണ്ണായിരുന്നു രേവതി എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതറിയുമ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകുമായിരിക്കും എന്ന് നമ്മളും പ്രതീക്ഷിച്ചു. അതിലേറെ ചന്ദ്രയും ശ്രുതിയുമൊക്കെ പ്രതീക്ഷിച്ചു. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സച്ചിയും രേവതിയും വിവാഹം കഴിക്കാനിടയായത്? നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ, പറയണ്ട, എന്തിനാണ് അതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിപ്പോൾ എന്താ മറച്ചു വെക്കാനിരിക്കുന്നത്? അതെ, ശ്രുതി വിവാഹം കഴിക്കാനിരുന്ന പെണ്ണായിരുന്നു രേവതി. രേവതിനെ വിവാഹം കഴിച്ചാൽ അച്ഛൻ 50 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? രേവതിനെ വിവാഹം കഴിച്ചില്ല. ആ 50 ലക്ഷം കൊണ്ട് ഇവൻ മുങ്ങി, ഇവൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതാണ് അവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ശ്രുതിയും പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ ശ്രുതി ആരാ വില്ലത്തി? ശ്രുതി പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ല, ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ നിർബന്ധിച്ച് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ നടക്കുന്ന ന്യായമാണ്? ശ്രുതിക്ക് ആ പെണ്ണിനെ ഇഷ്ടമില്ലെങ്കിൽ വിവാഹം കഴിച്ചില്ല. അതിപ്പം വലിയ തെറ്റൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിക്ക് വലിയ ആശ്വാസമായിട്ടോ. ശ്രുതിയാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ ചെയ്തുള്ളൂ, അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ട് എന്തൊക്കെ പ്രശ്നമാണ് നടന്നത്? ഞാൻ ഇവളെ കല്യാണം കഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനം തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ദേ നിനക്ക് സമാധാനം ഞങ്ങളല്ല തരാത്തത്, നീയാണ് ഞങ്ങൾക്ക് സമാധാനം തരാത്തതെന്ന് പറഞ്ഞു. അപ്പം ശ്രുതി ചോദിച്ചു, അല്ല പിന്നെ എങ്ങനെ സച്ചി രേവതിനെ വിവാഹം കഴിച്ചു? അത് പിന്നെ ഇവൻ ഓടിക്കഴിഞ്ഞ് പോയപ്പം ഇവളെ വിവാഹം കഴിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് മറ്റേ ആ ഒരു ധർമ്മ കല്യാണം, സഹതാപ കല്യാണം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. രേവതി സത്യമായിട്ടും അവിടെ കഴിക്കാൻ തുടങ്ങിയതാണ്. അവിടെ അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് നിന്നു കേട്ടോ, സമരം ചെയ്യുന്നത് പോലെ. സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചിക്ക് 2 ആ സമയത്ത് പറയായിരുന്നു. പക്ഷേ സച്ചി കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. എന്നാലും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചു പറഞ്ഞു, എന്ത് കല്യാണമാണെങ്കിലും ഇവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അത് നിനക്കറിയത്തില്ല എങ്കിൽ, ശ്രുതി നിനക്കറിയത്തില്ലെങ്കിൽ അത് ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞപ്പം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അച്ഛനല്ലേ എൻ്റെ തലയിൽ കയറ്റി ഇവളെ വെക്കാൻ വേണ്ടി ശ്രമിച്ചത്, എന്നെ പ്രലോഭിപ്പിച്ചതായിരുന്നു. 50 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രലോഭനത്തിൽ ഞാനൊന്ന് വീണുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതിപ്പോൾ 50 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും ചിലപ്പോൾ ഒന്ന് സമ്മതിച്ചെന്നൊക്കെ ഇരിക്കും, അത് ശ്രുതിയുടെ തെറ്റൊന്നുമല്ല എന്ന് വീണ്ടും ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വീണ്ടും കോൺഫിഡൻസ് അങ്ങോട്ട് കൂടി കേട്ടോ. ശ്രുതി പറഞ്ഞു, അച്ഛൻ എന്ന് തുടങ്ങിയോന്നല്ല, അച്ഛൻ എന്തെടുത്താലും എന്നെ കുറ്റപ്പെടുത്തും. ഇവനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, താളത്തിനൊത്ത് തുള്ളുക എന്നല്ല, താളത്തിനൊത്ത് വേഷം കെട്ടി കോലം കാണിക്കുന്നത് ദേ നിൻ്റെ അമ്മ തന്നെയായിരിക്കും. നിനക്ക് കൊട പിടിച്ച് തരുന്നതെല്ലാം നിൻ്റെ അമ്മയാണല്ലോ, അതിന് നീ അച്ഛനെ വെറുതെ പറയരുതെന്ന് പറയുമ്പം അച്ഛനെ ഞാൻ പറയും. എന്താ എനിക്ക് അച്ഛനെ പറയാൻ അർഹതയില്ലാത്തത്? അച്ഛനാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏത് നിലയിൽ എത്തേണ്ടതായിരുന്നു? 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഡയറക്റ്റായിട്ട് തരുമായിരുന്നെങ്കിലേ ഞാനിപ്പോൾ ഒരു വലിയ ബിസിനസ് തുടങ്ങി വലിയ ബിസിനസ്മാൻ ആയനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്തുന്നുണ്ടോ? ദേ മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ആകെ മൊത്തം സീൻ കോൺട്ര ആവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി, എൻ്റെ ഭർത്താവിന് തൊട്ടുപോകരുത്, എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ? ഇതൊരു റെസ്റ്റോറൻ്റ് അല്ലേ? ഇവിടെ വന്നിട്ട് ഇതുപോലെ ചന്തത്തരം കാണിക്കാൻ നിങ്ങൾ വെറും ചന്തകളായിട്ടാണെന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കും ദേഷ്യം വന്നിട്ട്, ആരാടി ചന്ത? എൻ്റെ കെട്ടിയവനാണോടി ചന്ത? എൻ്റെ കെട്ടിയവനല്ല ചന്ത, നിൻ്റെ കെട്ടിയവനായിരിക്കും ചന്ത എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ തമ്മിൽ ആദ്യം ഫൈറ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് എന്തും സഹിക്കും, ക്ഷമിക്കും. അച്ഛനെ പിടിച്ചു പറഞ്ഞ സച്ചി സഹിക്കില്ല. സച്ചി എന്ത് ചെയ്തു? സച്ചി പറഞ്ഞു, പറ്റില്ല പറ്റില്ല പറ്റില്ല, എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോലെന്ന് പറഞ്ഞപ്പം വീണ്ടും പറഞ്ഞു, നിൻ്റെ അച്ഛൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം, എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു. അപ്പം തന്നെ കൊടുത്തു നമ്മുടെ സച്ചി കൈയുടെ വിരൽ പിടിച്ച് തിരിച്ചോടിച്ചു. അപ്പോൾ അതിൽ കുറച്ച് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ്, ഇപ്പം പറയാത്ത സിറ്റുവേഷൻസാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലാത്തത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ആ സീൻ തീർന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് ആരാ ഹോസ്പിറ്റലിൽ പോയത്? നമ്മുടെ ശ്രുതിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വീട്ടിൽ ചെല്ലാൻ ഒരു ചെറിയ പേടിയുണ്ട് രേവതിക്ക്. സച്ചിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, ഇതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല, നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകാനാ, എൻ്റെ മൂദേവിത്തള്ള മുഖവും വീർപ്പിച്ചിരിപ്പുണ്ടായിരിക്കും, അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, നീ ധൈര്യമായിട്ട് വാടി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും കുറച്ച് സിറ്റുവേഷൻ വഷളാവുകയാണ്. അവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാനിരിക്കുന്നതാണ്. പക്ഷേ ലാസ്റ്റ് ഇവർ വീണ്ടും വലിയ കൂട്ടത്തല്ലാകുക. രവീന്ദ്രന് സഹി കെട്ടിട്ട് രവീന്ദ്രൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ? കുറേ നേരമായി സഹോദരങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്, നിങ്ങൾക്കൊന്നും നാണമില്ലേ? സച്ചി, നിങ്ങളൊരു രക്തമാണെന്നുള്ള കാര്യം മറക്കരുത്, നിങ്ങൾ 3 പേരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെയും സച്ചിനെയും സുധീനെയും വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു, സച്ചിയും പറഞ്ഞു, എന്തെങ്കിലും തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതിയും പറഞ്ഞു, എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രുതി തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ശ്രുതി ക്ഷമിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ചന്ദ്ര പറഞ്ഞു, മോളെ ശ്രുതി, നീ അങ്ങനെ മാപ്പ് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കങ്ങനെ മാപ്പ് അപേക്ഷിച്ച് ഇവിടെ അട്ടിപ്പേറായിട്ട് കിടക്കേണ്ട കാര്യമില്ല, നീ നല്ല കുടുംബത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇതിനകത്തെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്, നീ ഒറ്റ ഒരുത്തി കാരണം നിൻ്റെ മക്കൾ 3 പേരും 3 വഴിക്കാകുന്നത്, അത് നീ ചിന്തിച്ചോ. ഇനി ഒരു പെണ്ണും കൂടെ ഈ വീട്ടിൽ കയറി വരാനുണ്ട്, അങ്ങനെയും കൂടെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനപ്പുറം പോര് നീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്, നീ വിചാരിച്ചാലേ നിൻ്റെ കുടുംബം നേരെ ആവത്തുള്ളൂ എന്ന് ചന്ദ്രയോട് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, വീട്ടിലെ ഒരു മുതിർന്ന കാരണവത്തി വിചാരിച്ചാൽ മാത്രമേ ആ കുടുംബം നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ, അവരുടെ ആ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുണ്ടാകുന്നത്. ലാസ്റ്റ് സഹിയിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അല്ലെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ കൂട്ടുകാരനും സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട്, സച്ചിനെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ചെക്കനാണ്, അവന് ന്യായത്തിൻ്റെ കൂടെ തന്നെയാണ് അവൻ നിൽക്കുകയുള്ളൂ, അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് രവീന്ദ്ര എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ്, ശ്രുതി അങ്ങനെ ആയി പോയല്ലോ, ഇനിയിപ്പോൾ എല്ലാം എൻ്റെ മക്കളല്ലേ, ഒന്നിനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അടിയും ബഹളമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ദേവു ആ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ദേവു വന്ന ഉടനെ തന്നെ രേവതി വിളിച്ചകത്ത് കയറ്റിയിരുത്തു, ചായ കുടിക്കാനൊക്കെ പറഞ്ഞു. ഹേയ്, ചായ ഒന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ രേവതി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വിവരിച്ചു കേട്ടോ. സ്വാഭാവികം, നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു പോകും, ഏതായാലും നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞു, ഇത് ചന്ദ്ര കേട്ടു. ഏതായാലും ദേവു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് പെരുവഴി ആയില്ലേ. എൻ്റെ ഈശ്വര, കിച്ചണിൽ ചെന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രേവതീനെ വന്നിട്ട് ചന്ദ്ര അങ്ങോട്ട്, നീ എന്താടി പറഞ്ഞത്, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനോടി, എടി അർഹതയില്ലാത്തവളെ, നീ ഈ വീട്ടിൽ കയറി വന്നത് അർഹതയില്ലാതെ അല്ലേടി, നീ വല്ല കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നവൻ്റെയും വീട്ടിൽ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ വല്ല പൂമാല കെട്ടുന്നവൻ്റെയും വീട്ടിൽ പോയി അന്നത്തിന് വകയില്ലാതെ ജീവിക്കേണ്ട നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ, നീ ഒന്ന് ചിന്തിക്കടി. നിൻ്റെ അച്ഛൻ്റെ കാര്യം നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിൻ്റെ അച്ഛൻ മനഃപൂർവ്വം വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയത് കാരണം എൻ്റെ ഭർത്താവിന് മനസ്സലിവ് തോന്നുമെന്നും നിനക്ക് ഒരു മനസ്സലിവ് തോന്നിയ വിവാഹം നടത്തുമെന്നും എൻ്റെ മോനെ നിനക്ക് കെട്ടിച്ച് തരുമെന്നൊക്കെ അങ്ങേരെ മുൻകൂട്ടി കണ്ടിട്ടും ചിന്തിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങേര് മനഃപൂർവ്വം ചത്തൊടുങ്ങിയതാടി, അങ്ങേര് ചത്തൊടുങ്ങിയത് കൊണ്ടല്ലേ നിനക്കിത് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അച്ഛനെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല. ജീവിച്ചിരിക്കുന്ന അച്ഛന്മാരെ പറഞ്ഞ പിന്നെയും സഹിക്കും, മരിച്ചുപോയ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മളോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ രേവതി ക്ഷമിച്ചില്ല. രേവതി എന്നിട്ട് പറഞ്ഞു, ദേ അമ്മേ, എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ,
എൻ്റെ അമ്മേനെയോ എൻ്റെ സഹോദരങ്ങളെയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛനെ പറയരുത്. അത് പറയാനുള്ള അർഹത അമ്മയ്ക്കില്ല. കാരണം അമ്മയ്ക്ക് സ്നേഹം എന്തെന്നറിയില്ല. എൻ്റെ അച്ഛനുണ്ടല്ലോ ഞങ്ങളെ രാജകുമാരീനെ പോലെ വളർത്തിയിട്ടുള്ളത്. ഓ പിന്നെ വലിയ രാജകുമാരി വന്നേക്കുന്നു. എവിടത്തെ കുമാരിയാടി നീ? എടി നീ നല്ലതുപോലെ ഒരു ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ടോടി? നീ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടോടി? നീ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടോടി? ഇതെല്ലാം ഈ വീട്ടിൽ വന്നിട്ടല്ലേടി നിനക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഇതെല്ലാം നിൻ്റെ അച്ഛൻ ചത്തൊടിഞ്ഞത് കൊണ്ട് തന്നെയല്ലേ നിനക്ക് കിട്ടിയത്. നിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ നീ പറഞ്ഞല്ലോ നിന്നെ രാജകുമാരീനെ പോലെ നോക്കുന്നത്, പക്ഷേ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ലടി എന്ന് പറഞ്ഞു. നമ്മുടെ രേവതിയുടെ നിയന്ത്രണം അങ്ങ് വിട്ടു കേട്ടോ. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. രേവതി ഉടനെ തന്നെ അവിടുന്ന് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. വേറൊരു സ്ഥലവും ഇല്ല രേവതിക്ക്. വീട്ടിൽ ചെന്ന് പരിഭവവും പരാതിയും പറഞ്ഞു മടുത്തു. ഇനി വീട്ടിലിരിക്കുന്നവർക്കും കൂടെ സമാധാനക്കേട് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് ചെന്നത്. ഏതായാലും അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ദേവും അതുപോലെ ലക്ഷ്മിയും കൂടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. രേവതി വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നി. പക്ഷേ ഇവരെ ഒന്നും രേവതി നോക്കിയില്ല. നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്നു. എന്താ പറയുക, സമനില തെറ്റിയ പോലെ നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് ഒരു കുടം വെള്ളം ഒഴിച്ചിട്ട് അവിടെ ക്ഷയണപ്രദക്ഷിണം ഇങ്ങനെ നടത്തുകയാണ്. എന്തോ വാശി കലി എല്ലാം ഒന്ന് തീരണം. ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ ഇതൊന്നും തുറന്നു പറയാൻ പറ്റുന്നുമില്ല രേവതിക്ക്. ഭർത്താവിൻ്റെ മുമ്പിലും തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ഇങ്ങനെ ക്ഷയണപ്രദക്ഷിണം നടത്തിയപ്പോൾ ശാന്തി പറഞ്ഞു എന്തോ പ്രശ്നം രേവതി മോൾക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇവരാരും ചോദിച്ചിട്ട് രേവതി ഒന്നും മിണ്ടുന്നുമില്ല. ഏതായാലും നമ്മുടെ ദേവ് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് സച്ചിയേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് സച്ചിയേട്ടനെ വിളിച്ചു. ഇവരുടെ വിചാരം സച്ചി എന്തോ ചെയ്തെന്ന്. സച്ചിനെ വിളിച്ചപ്പോൾ സച്ചി വന്നു കേട്ടോ. സച്ചി ഒരു ഓട്ടമായിരുന്നു. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് സച്ചി ഓടി എത്തി. ഏതായാലും സച്ചി ഓടി എത്തിയപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അല്ല പ്രശ്നമൊന്നും മോൻ അറിയില്ലേ, രേവതി ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൾ പോലും അറിയുന്നില്ല അവൾ ചെയ്യുന്നത് എന്താണെന്ന്. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കുണ്ടായോ? എന്താ ഇങ്ങനെ എൻ്റെ മോളുടെ ജീവിതമായി പോയതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ഓടി ചെന്നു. അപ്പോൾ ഇങ്ങനെ ക്ഷയണപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന രേവതി സച്ചിനെ കണ്ടതും വീണ്ടും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സച്ചി പിടിച്ചു നിർത്തി ആ ഒരു നടയുടെ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി സച്ചിയുടെ ആ ഒരു മാറിലേക്ക് വീണ് പൊട്ടിക്കരയാണ് കേട്ടോ. പൊട്ടിക്കരയാണ്. അപ്പം സച്ചി ചോദിച്ചു എന്താ പറ്റിയത് രേവതി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്നോട് പറയാൻ പറഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല. അപ്പം ദേവും ലക്ഷ്മിയും ചോദിച്ചു അല്ല അപ്പം നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലേ? ഇല്ലമ്മേ, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ ഞാൻ പോയത്. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഇന്ന് ഉണ്ടായിട്ടേ ഇല്ല. എങ്കിൽ പിന്നെ വീട്ടിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രേവതിയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് രേവതി കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. രേവതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകും. അവിടെ സച്ചി പ്രതികരിക്കും, വലിയ പ്രശ്നമാകും എന്നൊക്കെ അറിയാം. വീണ്ടും അത് രേവതിയുടെ തലയിൽ വന്നേ വീഴത്തുള്ളൂ. അതുകൊണ്ടാണ് രേവതി പ്രശ്നങ്ങളൊന്നും പറയാതിരുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി. സച്ചി രേവതിനെയും പിടിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് പോയി. സച്ചിക്ക് സഹിച്ചില്ല കേട്ടോ. ഏതായാലും അവരുടെ സ്നേഹം അത്രയ്ക്ക് ഇതായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സച്ചിക്ക് സഹിക്കാത്തത്. സച്ചി അവിടെ ചെന്നിട്ട് ചോദിച്ചു ചന്ദ്രയോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊന്നും അറിയത്തില്ല. ചന്ദ്ര അങ്ങോട്ട് കൈ മലർത്തി. അപ്പോൾ രേവതിയോട് മാറി ചോദിക്കുന്നുണ്ട്. രേവതി ഒന്നും പറയുന്നില്ല. ഏതായാലും സച്ചിക്ക് രേവതി ഒന്നും പറയാതെ അവിടെ ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും എന്തോ പ്രശ്നമുണ്ട്, മര്യാദയ്ക്കായിക്കോണം. എൻ്റെ ഭാര്യയുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ഉണ്ടല്ലോ എല്ലാത്തിനെയും ഞാൻ വലിച്ച് കീറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ചെറിയൊരു ആശ്വാസം ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നു, ആ ഒരു കരുതൽ തരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി ആശ്വാസമൊക്കെ ആയി. ഏതായാലും രേവതിക്ക് അവിടെ നിന്ന് തന്നെ ചെറിയ പനി പിടിക്കുകയാണ്. ഇപ്പോൾ പനി പിടിച്ചിട്ട് രേവതി അടുക്കളയിൽ കയറാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് നമ്മുടെ ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടെ വന്നു. ഷോപ്പിങ്ങിനൊക്കെ പോയി എന്തൊക്കെയോ മേടിച്ചിട്ട് വിശന്ന് വലിഞ്ഞ് വന്നിട്ട് മോളെ ശ്രുതി നിനക്ക് വിശക്കുന്നുണ്ടോ, ഞാനിപ്പോൾ ഫുഡ് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയപ്പോൾ അടുക്കള കാലി. അടുക്കളയിൽ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്തോ ചെയ്യും? രേവതി അവിടെ ഒന്നും വെച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് രേവതിയുടെ റൂമിൽ ചെന്നപ്പോൾ രേവതി കിടന്നുറങ്ങുക. പനിച്ച് വിറച്ചാട്ടോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ രേവതിയോട് പറഞ്ഞു ഇടി മര്യാദയ്ക്ക് പോയി അടുക്കള കയറാൻ പറഞ്ഞു. അതമ്മ എനിക്ക് പറ്റില്ലമ്മ, എനിക്ക് ഒട്ടും വയ്യമ്മ, എനിക്ക് വല്ലാത്ത തലവേദനയും ദേഹത്തിന് വേദനയൊക്കെയാന്ന് പറഞ്ഞപ്പം എന്ത് വേദനയാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് സമയത്തിന് ആഹാരം കിട്ടിയിരിക്കണം. ശ്രുതിമോൾ അവിടെ വിശന്നിരിക്കുക ചെല്ലാൻ പറഞ്ഞു. അവിടെ നിന്ന് നമ്മുടെ രേവതി ഒരു വിധത്തിൽ എണീറ്റു പേരക്കി പീഡിച്ചു പോയിട്ട് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ എങ്ങനെയൊക്കെയോ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ എങ്ങനെയൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. അത് കഴിക്കാൻ പോലും നമ്മുടെ രേവതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ കഞ്ഞി ഇടണമെങ്കിൽ ചന്ദ്രനെ വിളിക്കണം. പിന്നെ പതുക്കെ പോയി കഞ്ഞി എടുത്ത് ഇടാൻ വേണ്ടി ചന്ദ്രനെ വിളിച്ചു. ചന്ദ്ര വന്നു, അളന്നു കൊടുത്തതനുസരിച്ചല്ലേ ഇടത്തുള്ളൂ. അങ്ങനെ അളന്നു കൊടുത്തു ഇട്ടെല്ലാം കഴിഞ്ഞു. നമ്മുടെ രേവതി നേരെ പോയി കിടക്കുകയാണ് കേട്ടോ. രേവതിക്ക് പറ്റില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ നമ്മുടെ രേവതി അവിടെ ആ ഒരു കിടപ്പ് കിടന്നു. ഏതായാലും സച്ചി വന്നപ്പോൾ നമ്മുടെ രേവതി ഒരു ഭക്ഷണം പോലും ഒന്നും കഴിക്കാതെ കിടക്കുകയാണ് നമ്മുടെ രേവതിനെ കണ്ടതും സച്ചിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. ഏതായാലും സച്ചി നമ്മുടെ രേവതിനെ ഊട്ടുക തന്നെയാണ്. വാരിക്കൊടുത്ത് ആ ഒരു പനി വന്നപ്പോൾ നമ്മുടെ രേവതിനെ സംരക്ഷിക്കുന്നത് മുഴുവൻ സച്ചി തന്നെയാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങുകയാണ് അവിടെ നിന്ന്. ഇനി ഇവർ അങ്ങോട്ട് സ്നേഹത്തോടെ തന്നെയായിരിക്കും മുന്നോട്ടേക്ക് പോവുക. പക്ഷേ ഇനി പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് സുധിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിൽ തന്നെയാണ്, ചന്ദ്രയുടെയും ജീവിതത്തിൽ തന്നെയാണ് പൊട്ടിത്തെറികൾ ഒത്തിരി ഉണ്ടാകാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഡീപ്പാവുകയാണ്. വർഷയും ശ്രീകാന്തും കട്ട സപ്പോർട്ടായിട്ട് രേവതിയുടെയും സച്ചിയുടെയും കൂടെയുണ്ട്. നമ്മുടെ രേവതിനെ വലിയ ഇഷ്ടമാണ് കേട്ടോ വർഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷയായിട്ട് തന്നെയാണ് ഇവർ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതും അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കണമെന്നും അവരുടെ ആ ഒരു വഴക്കൊക്കെ മാറ്റിയെടുക്കാൻ പറഞ്ഞത് ഈ വർഷം തന്നെയാണ്. അതുപ്രകാരമാണ് ശ്രീകാന്ത് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അവിടെ എന്ത് ചെയ്യാനാണ്, ശ്രുതിനെയും വിളിച്ചു, ഇവർ 4 പേരും കൂടെ ചേരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു കുളവായി പോകുന്നത്. അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതിയുടെ മുഖത്ത് ചുക്ക് കാപ്പി ഒഴിക്കുന്ന കാര്യമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നേ. നമ്മുടെ ചന്ദ്ര അതുപോലെയുള്ള കുറേ ക്രൂരതയൊക്കെ ചെയ്യുന്നുണ്ട്. രേവതിയുടെ മുഖത്ത് ചുക്ക് കാപ്പി എടുത്ത് കമത്തുകയാണ്. ഏതായാലും അത് നമ്മുടെ സച്ചി അറിയുന്നില്ല. പതിയെ അതും സച്ചി അറിയും. അതിൽ നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടാകും. നമ്മുടെ ചന്ദ്രയ്ക്ക് കിടക്കുന്നതേ ഉള്ളൂ, ഇനി പുറകിൽ നിന്ന് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ചന്ദ്രേനെ സുധി തള്ളിയിടാൻ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പരമാവധി കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഉൾക്കൊള്ളിച്ച കാര്യമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതും നമ്മുടെ കഥയിലുള്ളത് തന്നെയാണ്. എല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പരസ്യം കൂടി വരും. പരസ്യം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ പരസ്യം ഇങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പം. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു 10-30 മിനിറ്റ് ചെയ്യാം. പക്ഷെ തീരെ ബോറായി പോകും. അതുകൊണ്ടാട്ടോ ഞാൻ 2 പാർട്ടാക്കിയിട്ട് ചെയ്തത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് നമുക്കിനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് പോകണം. പിന്നെ ഒന്നുകൂടെ സോറി പറയുകയാണ്. ഇന്നലെ ഒരു 25 ലക്ഷമായിരുന്നു ഞാൻ പറഞ്ഞത്, 50 ലക്ഷമാണ്. ക്ഷമിക്കുന്നേ, മനുഷ്യരല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റില്ലേ. നമ്മൾ മനുഷ്യർക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുറേ കമൻസ് വന്നു. ലാസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സ് ഓഫാക്കിയിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതുപോലെ എന്നെ പൊങ്കാലിടാൻ തുടങ്ങി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും. നിങ്ങളങ്ങ് ക്ഷമിച്ച് കള എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.